മണ്ഡലത്തിൽ സജീവമായി രാഹുൽ. ഷാഫി വിഷയത്തിൽ പ്രതിഷേധം ആളിക്കത്തുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാഹുൽ പാലക്കാട് മണ്ഡലത്തിൽ കൂടുതൽ സജീവമായി എന്ന വാർത്ത ITV ന്യൂസ് നൽകിക്കഴിഞ്ഞു. അതുപോലെ ഷാഫി വിഷയത്തിൽ കഴിഞ്ഞ 3 ദിവസമായി കേരളം അക്ഷരാർത്ഥത്തിൽ നിന്ന് കത്തുകയാണ്. ഷാഫിക്കെതിരെ ആക്രമണമുണ്ടായ ഉടൻ തന്നെ കേക്കച്ചനും അരമനക്കിങ്ങിണിയും കൂടി ഈ രാജ്യം വിട്ട് ദുബൈയിൽ പോയിരുന്നു. ദുബൈയിൽ പോയി പമ്മിയിരുന്നവന്മാർ ഇന്ന് കേക്കച്ചൻ കളത്തിലിറങ്ങിയിട്ടുണ്ട്. പക്ഷേ അരമനക്കിങ്ങിണിയെ ഇതുവരെ കാണുവാൻ സാധിച്ചിട്ടില്ല. ഇവരുടെ നിർദ്ദേശങ്ങൾക്കൊന്നും കാത്തു നിൽക്കാതെ വിദ്യാർത്ഥി സംഘടനകൾ മുതൽ മുതിർന്ന നേതാക്കന്മാർ വരെ ഷാഫി വിഷയത്തിൽ വളരെ ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഗത്യന്തരമില്ലാതെ അവസാനം കേക്കച്ചനും ഈ അരമനക്കിങ്ങിണിയും ഒരു പ്രതിഷേധം ഒക്കെ അറിയിച്ചു. എങ്കിലും ജനങ്ങൾക്ക് കാര്യങ്ങൾ വെളിവായി. നമുക്കറിയാം, ഷാഫി വിഷയത്തിൽ വളരെ ശക്തമായ പ്രതികരണം നടത്തേണ്ടുന്ന, മുൻനിരയിൽ നിന്ന് നയിക്കേണ്ടുന്ന, ഈ വിഷയത്തെ പരമാവധി ആളിക്കത്തിക്കുവാൻ ശ്രമിച്ച് ആ പൊളിറ്റിക്കൽ മൈലേജ് എടുക്കേണ്ടുന്ന ഈ കേക്കച്ചനും സംഘവുമാണ് കഴിഞ്ഞ 2-3 ദിവസമായി കേരളത്തിൽ നിന്ന് തന്നെ മാറിക്കളഞ്ഞത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും അടിയന്തരമായ എന്താവശ്യങ്ങൾക്കാണ് ഇവന്മാർ ദുബൈയിൽ പോയത് എന്ന് ഇവർ ഒരു വിശദീകരണവും ഇതുവരെ അണികളോടോ പ്രവർത്തകരോടോ നടത്തിയിട്ടില്ല. ഇനി നമ്മൾ കാണുവാൻ പോകുന്നത് ഷാഫിയുടെ ഒരു വീഡിയോ ആണ്. ഷാഫിയുടെ ഏറ്റവും ലേറ്റസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതികൾ കൃത്യമായിട്ട് നമുക്കൊരു വ്യക്തത തരുന്ന രീതിയിലുള്ള ഒരു വീഡിയോ കണ്ട ശേഷം ഉടൻ മടങ്ങി വരാം. ഇനി പ്രേക്ഷകർ കാണുവാൻ പോകുന്നത് റൂറൽ SP KE ബൈജുവിൻ്റെ ഒരു പ്രസ്താവനയാണ്. ഷാഫിക്കെതിരെ ആക്രമണമുണ്ടായ ഉടൻ തന്നെ റൂറൽ DYSP പറഞ്ഞിരുന്നു ലാത്തി ചാർജ് നടന്നിട്ടില്ല എന്ന്. എന്നാൽ റൂറൽ SP പറയുന്നു അത് പോലീസിലെ ചിലർക്ക് വീഴ്ച സംഭവിച്ചു, ചിലർ കരുതിക്കൂട്ടി നടത്തിയ ഒരു ആക്രമണമാണ് എന്ന് സർക്കാരിനെ പോലും പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലൊരു പ്രസ്താവന അദ്ദേഹം നടത്തുകയുണ്ടായി. ആ പ്രസ്താവന കണ്ട ശേഷം ഉടൻ മടങ്ങി വരാം. ലാത്തിചാർജ് ഞങ്ങൾ പോലീസ് ചെയ്തിട്ടില്ല. ലാത്തിചാർജ് നിങ്ങൾ കണ്ടു കാണും. ഒരു കമാൻഡേയും വിസിലടിക്കും, അടിച്ചോടിക്കും. അങ്ങനെ ആക്ഷൻ നടന്നിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ഉള്ള ചില ആളുകൾ മനഃപൂർവ്വം അവിടെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഞങ്ങളിപ്പോൾ AI ടൂളൊക്കെ ഉപയോഗിച്ചിട്ട് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ആയിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ, എൻ്റെ അല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും MP-നെ കൂടെ നിന്ന് പോലീസുകാർ പുറകിൽ നിന്ന് ലാത്തിക്കൊണ്ട് ഇങ്ങനെ കിട്ടുന്നൊരു ഉണ്ട്. അതിനു മുമ്പ് ഞങ്ങൾ എല്ലാ വിഷൻസ് നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞില്ല, ലാത്തിചാർജ് ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇപ്പോഴും ലാത്തിചാർജ് ചെയ്തിട്ടില്ല. അത് നമ്മൾ ലാത്തിചാർജിൻ്റെ ഒരു ഡ്രിൽ മൊമെന്റ് ചെയ്തിട്ടില്ല. അത് സൂചിപ്പിക്കാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി പ്രേക്ഷകർ കാണുവാൻ പോകുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവ് ബിനു ചുള്ളിയിലിൻ്റെ ഒരു പ്രസ്താവനയാണ്. സർക്കാർ പ്രതിസന്ധിയിലാകുന്ന സാഹചര്യത്തിലൊക്കെ ഇത്തരം ആക്രമണങ്ങൾ നടത്താറുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ആരോഗ്യ നില മെച്ചപ്പെട്ടു വരികയാണ്. പിന്നെ ഈ സംഭവം ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവം ആദ്യത്തെ സംഭവം എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം വടകര സ്ഥാനാർത്ഥിയായത് മുതൽ CPM വളരെ ബോധപൂർവ്വം അദ്ദേഹത്തിനെതിരെ വലിയ തരത്തിലുള്ള ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചു. ആദ്യത്തെ സ്ക്രീൻഷോട്ട് കാഫിർ വിവാദം. അതിനുശേഷം ജനപ്രതിയായി ജയിച്ചതിന് ശേഷമാണ് അദ്ദേഹം പേരാമ്പ്രയിൽ വെച്ച് DYFIക്കാരെ ആക്രമിക്കാൻ നോക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട CPM-ന്റെ ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിനെതിരെ അപവാദം പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അന്നേരം ബോധപൂർവമാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിനെതിരെ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം. ഏറ്റവും അവസാനത്തെ സംഭവമാണ് ഈ സംഭവം. എപ്പോഴൊക്കെ ഗവൺമെന്റ് പ്രതിസന്ധിയിൽ ഉണ്ടാകുന്നു അപ്പോഴൊക്കെ ഇത്തരത്തിൽ ഉള്ള സംഭവ വികാസം കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ വളരെ കൃത്യതയോടെ പറയാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തെക്കുറിച്ച് വലിയ ധാരണയുണ്ടാകും. കാരണം പോലീസിലെ CPM-ന്റെ ഫ്രാക്ഷനായി പ്രവർത്തിക്കുന്ന ഒരു SP ആണ് ഇതിന് നേതൃത്വം നൽകിയത്. ആ SP പറയുകയാണ് അങ്ങനെ ഒരു സംഘർഷം അവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. വിഷ്വലുകൾ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു.
ഒരു പോലീസ് എങ്ങനെയാണ് ലാത്തി ചാർജ് നടത്തേണ്ടതെന്നുള്ള പോലീസ് മാനുവൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊന്നും തന്നെ പാലിക്കാതെ ലാത്തി ചാർജ് നടത്തിയിട്ട് അദ്ദേഹം പറയാണ് അങ്ങനെ ലാത്തി ചാർജ് നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ലാത്തി ചാർജ് നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കരുതുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇതറിയാം, SP-ക്ക് ഇതിന് ഗൂഢാലോചനയിൽ പങ്കുണ്ട്. എന്തുകൊണ്ട്? കേരളത്തിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് വലിയ ഗുരുതരമായ ആരോപണങ്ങളുടെ മുൾമുനയിലാണ് ഗവൺമെന്റ് നിൽക്കുന്നത്. ശബരിമല വിഷയത്തിൽ നിന്ന് ജനശ്രദ്ധ മാറ്റിവിടുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ജനപ്രതിനിധിയെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചതെന്ന് ഞങ്ങൾ പറയുകയാണ്. അതിന്റെ അന്വേഷണം നടക്കണം. ഇതിനു മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ബിന്ദു എന്ന പേരുള്ള ഒരു കെട്ടിടം തകർന്നു വീണ ഒരു വനിത മരിക്കുമ്പോൾ കേരളത്തിലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മറച്ചുവിടാൻ ഞങ്ങൾ ഉത്തരവാദിത്തോട് ആരോപണം പറയാണ്. ഗോവിന്ദസ്വാമി ജയിലിൽ ചാടുന്നു, 2 ദിവസം അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നു. അങ്ങനെ വളരെ ബോധപൂർവം ഗവൺമെന്റ് എപ്പോഴൊക്കെ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴോ അപ്പോഴൊക്കെ തന്നെ കേരള പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നാടകങ്ങൾ കളിക്കുന്നത് ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ED-യുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മകനെതിരെ ഗുരുതരമായ ആരോപണം വരുന്നു. 2023 ഒക്ടോബറിലാണ് ആരോപണം വരുന്നത്. ആ ആരോപണത്തിന്റെ മറവിൽ തൃശൂരിലെ സീറ്റ് അതിന്റെ പിന്നിലുള്ള ഡീലാണെന്ന് കരുതേണ്ടി വരികയാണ്. എങ്ങനെ? അന്നും പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് തൃശൂരിൽ ഈ പറയുന്ന തൃശൂർ പൂരം കലക്കാൻ ശ്രമിച്ചു. അന്നേരം ഗുരുതരമായി കേരളത്തിലെ ഗവൺമെന്റിനെതിരെ എപ്പോഴൊക്കെ ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ടോ ജനശ്രദ്ധ തിരിച്ചുവിടുവാൻ വേണ്ടി ബോധപൂർവം ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഒരു തർക്കവുമില്ല. ഇന്നലെയും മിനിഞ്ഞാന്നും കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അതിന്റെ വർഗ ബഹുജന സംഘടനകളുടെ നേതൃത്വത്തിൽ കേരളത്തിന്റെ എങ്ങനെയാണ് പ്രതിഷേധം എന്നുള്ളത് ഗവൺമെന്റ് കണ്ടു. അത് അതിശക്തമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളുമായി കേരളത്തിന്റെ തെരുവോരങ്ങളിൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉണ്ടാവും. ഇതിന്റെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവന്നേ മതിയാകൂ. SP ഉൾപ്പെടെയുള്ള ആളുകളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത് ഇതിനെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത്. ഇനി KNCU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിന്റെ വാക്കുകൾ കേൾക്കാം. 2 or 3 ഒറ്റപ്പെട്ട ക്യാമ്പസുകളിൽ ഉണ്ടായിരിക്കുന്ന പ്രവർത്തനങ്ങളെ യാതൊരു രീതിയിലേക്കും അത് അംഗീകരിക്കാൻ കഴിയില്ല. അത് MSF-ന്റെ നേതൃത്വവും KSUവിന്റെ നേതൃത്വവും ഞങ്ങൾ അതിൽ വളരെ കൃത്യമായിട്ടുള്ള നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയതാണ്. ഈ വിഷയങ്ങളിലെല്ലാം അടിയന്തര ഇടപെടലുകൾ നടത്താൻ ഞങ്ങൾ ജില്ലാ ഘടകങ്ങൾക്ക് ഞങ്ങൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മുടെ എല്ലാം മുഖ്യമായ അജണ്ട എന്ന് പറയുന്നത് 2026 നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 9.5 വർഷക്കാലമായി ഈ സംസ്ഥാനത്തിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാരെ താഴെയിറക്കുക എന്ന ഒറ്റ ലക്ഷ്യമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ പോരാട്ടത്തിലെ മുന്നണി പോരാളികളായി KSUവിന്റെയും MSF-ന്റെയും സഹപ്രവർത്തകർ ഉണ്ടാകും. അപ്പോൾ ചെറിയ തരത്തിലുള്ള അസ്വസ്ഥതകളെ പരിഹരിച്ചുകൊണ്ട് അതിൽ കൃത്യമായി ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഒറ്റക്കെട്ടായി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ചില അസ്വസ്ഥതകളെ എല്ലാം ഞങ്ങൾ അതിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ ഞങ്ങൾ നൽകിയിട്ടുണ്ട്, താക്കീത് നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകും. 9.5 വർഷക്കാലം കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ച, വിദ്യാർത്ഥികളെ വഞ്ചിച്ച, വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകളുമായി മുന്നോട്ട് പോയ ഞങ്ങൾ വന്നാൽ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് കേരളത്തിൽ അധികാരത്തിലേറിയ പിണറായി വിജയന്റെ സർക്കാർ എല്ലാ മേഖലകളെയും നശിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ ഒറ്റ ലക്ഷ്യം ഈ സർക്കാരിനെ താഴെയിറക്കുകയാണ്. അതിൽ ഞങ്ങൾ KSUവും MSF-ഉം മറ്റ് മുന്നണികൾ UDSF-ന്റെ മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളും ഒറ്റക്കെട്ടായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നതാണ് ഞങ്ങളുടെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഞങ്ങളുടെ നിലപാട്. MBSലൊക്കെ നിലപാടെടുത്തു മണാർക്കാട്. ഇപ്പൊ ഇവിടെ കൊടുവള്ളിയിൽ KSUവിന്റെ പോസ്റ്റർ അത് വലിയ വിവാദമായിരിക്കുന്നു. MSF അതിനെതിരെ പത്രക്കുറിപ്പ് എടുക്കുന്നു. യാതൊരു തരത്തിലും ഇനി LDF സംവിധാനത്തോട് സഹകരിക്കില്ല എന്ന് പറയുന്നു. യൂത്ത് ലീഗിലേക്ക് വരുന്നു. അങ്ങനെ ആ കൊടുവള്ളി മണ്ഡലത്തിൽ മുഴുവൻ പ്രശ്നമാണ്. ഞാനത് സൂചിപ്പിച്ചല്ലോ. അത് സ്വാഭാവികമായും അവിടെ പ്രാദേശികമായ ഇടങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളിൽ അടിയന്തര ഇടപെടലുകൾ നടത്താൻ ജില്ലാ ഘടകങ്ങൾക്ക് ഞങ്ങൾ നിർദ്ദേശം ഞങ്ങൾ നൽകിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പേരാമ്പ്രയിലെ വിഷയങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അതിനൊരു അല്പം പിന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഏറ്റവും അടിയന്തരമായ ആ വിഷയങ്ങളിൽ ഇടപെടലുകൾ നടത്തി ആ വിഷയങ്ങൾ പരിഹരിച്ച് മുറിവുണക്കി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. സ്വാഭാവികമായിട്ടും ജില്ലാ ഘടകം ആ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തി യുക്തമായിട്ടുള്ള തീരുമാനം ജില്ലാ ഘടകം സംസ്ഥാന കമ്മിറ്റിയെ അറിയിക്കും. അതിനനുസരിച്ച് അതിൽ എത്തരത്തിൽ തീരുമാനമെടുക്കണമെന്ന് നിശ്ചയിക്കും. ചാപ്പൂത്തലൊക്കെ പലപ്പോഴും നിങ്ങൾ SFI-യുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ ഒരു ന്യൂനപക്ഷ ചാപ്പൂത്തൽ നടത്തുന്നതൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് MSF-ന് വർഗീയ ചാപ്പ കുത്താൻ SFI-യുടെ സംസ്ഥാന നേതൃത്വം തയ്യാറെടുത്ത ഘട്ടത്തിൽ തന്നെ സുവ്യക്തമായി KSU സംസ്ഥാന കമ്മിറ്റിയുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയതാണ്. MSF-ന് അത്തരത്തിൽ ചാപ്പ കുത്തേണ്ട കാര്യമില്ല. MSF-ന് അത്തരം ചാപ്പ കുത്തുന്ന നിലപാടുകളോട് ഞങ്ങൾക്ക് യാതൊരു രീതിയിലേക്കുള്ള ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് വളരെ കൃത്യമായിട്ടുള്ള നിലപാട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അപ്പോൾ പ്രാദേശികമായി ഉണ്ടായ ചെറിയ പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളെ അടിയന്തരമായി ഇടപെടലുകൾ നടത്തി അതിൽ വേണ്ട പരിഹാരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ വൻ തിരിച്ചടിയാണ് കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. SC കോളേജിലടക്കം കഴിഞ്ഞ തവണ ഉണ്ടായ ഭരണസമിതി തോറ്റുപോയിരിക്കുന്നു.
അപ്പോൾ അതിന് എന്തെങ്കിലും നടപടി ഉണ്ടാവും? എന്താണ്? അല്ല, സ്വാഭാവികമായും ആലപ്പുഴ ജില്ലയിലും അതേപോലെ തന്നെ സംസ്ഥാനത്തെ ഏതെല്ലാം മേഖലകളിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം വിജയിച്ചതിൽ നിന്ന് ഞങ്ങൾ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി എല്ലാം വളരെ കൃത്യമായിട്ടുള്ള രീതിയിലേക്കുള്ള പരിശോധനകൾ നടത്തും. ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും അടിയന്തരമായി ജില്ലാ കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് അവിടെ പങ്കെടുത്ത് അവിടുത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പ്രതിസന്ധികളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അതിനെ പരിഹരിക്കാൻ ഉള്ള രീതിയിലേക്ക് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. സംസ്ഥാന വ്യാപകമായി ഈ കലാലയ യൂണിയൻ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ SFI മറ്റേ പോലീസിൻ്റെയും മറ്റും എല്ലാം സഹായം തേടിക്കൊണ്ട് അല്ലെങ്കിൽ വലിയ രീതിയിലേക്കുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. പലയിടങ്ങളിലേക്കും അക്രമം അഴിച്ചുവിട്ടിട്ടുണ്ട്. KSU വിജയിച്ച് കയറേണ്ടി വരുന്ന എത്രയോ ക്യാമ്പസുകളിൽ ഇവർ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ അസ്വസ്ഥതകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ പോലീസ് റിപ്പോർട്ട് കൊടുത്ത് അവിടെ തെരഞ്ഞെടുപ്പ് നടത്താത്ത സാഹചര്യമുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 4-5 കോളേജുകളിൽ അങ്ങനെ തിരഞ്ഞെടുപ്പ് നടത്താത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഏതു വിധേയനെയും ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുക എന്ന നയവുമായിട്ട് SFIയും ഭരണപക്ഷ അനുകൂലികൾ മുന്നോട്ട് പോകുമ്പോൾ അതിനെല്ലാം എതിർത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാ ജില്ലകളിലും മുന്നോട്ട് പോകുന്നത്. ആലപ്പുഴ ഉൾപ്പെടെയുള്ള ജില്ലകളിലെ വിഷയങ്ങൾ പരിശോധിച്ച് അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ സംസ്ഥാന കമ്മിറ്റി നേരിട്ട വിഷയങ്ങളിൽ നടത്തുന്നു. ഷാഫി വിഷയത്തിൽ അബിൻ വർക്കി പ്രതികരിക്കുന്നു. കേരള പോലീസിനുള്ളിൽ ഈ പിണറായി വിജയന്റെ കാലഘട്ടം വന്നതിന് ശേഷം കൊടി സുനി ട്രെയിൻ ചെയ്ത കുറെ ക്രിമിനൽ ഗ്യാങ് ഉണ്ട്. ആ ക്രിമിനൽ ഗ്യാങ് ആണ് UDF പ്രവർത്തകരെയും പ്രത്യേകിച്ച് പേരാമ്പ്രയിൽ ശ്രീ ഷാഫി പറമ്പലിനെ തന്നെ ഡയറക്റ്റായി ഹിറ്റ് ചെയ്ത് പരിക്കേൽപ്പിക്കാൻ കാരണമായത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ CPMന്റെ വാദം ഏറ്റെടുത്താണ് SP അവിടെ ലാത്തി ചാർജ് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലെ ഒടുവിൽ കുറ്റസമ്മതം നടത്തേണ്ടി വന്നല്ലേ എന്ന് പറയുന്നത് പോലെ SP തന്നെ പറയേണ്ടി വന്നു, എൻ്റെ കൂട്ടത്തിലുള്ള ചിലർ തന്നെയാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ് AI ക്യാമറ വെച്ച് കണ്ടുപിടിക്കുമെന്നൊക്കെയാണ്. ഇപ്പോൾ AI ക്യാമറ വെച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമല്ല, ഞങ്ങൾ പറഞ്ഞു കൊടുക്കാം. അതായത് അവിടെ പ്രശ്നമുണ്ടാക്കിയത് ഒന്ന് DYSP, 2 DYSPമാരാണ്. ഒന്ന് ഹരിപ്രസാദിൻ്റെ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അന്വേഷിച്ചാൽ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ പിതാവ് CPMന്റെ ഏത് ഭാരവാഹിയായിരുന്നു അന്വേഷിച്ചാൽ അറിയാം. 2 സുനിൽകുമാറിൻ്റെ രാഷ്ട്രീയ അഫിലിയേഷൻ എവിടെയാണെന്ന് നോക്കിയാൽ അറിയാം. കാരണം CPMന്റെ പോലീസ് സംഘടനയുടെ ജില്ലാ പ്രസിഡന്റായിരുന്ന വ്യക്തിയാണ് സുനിൽകുമാർ എന്നുള്ളത് വളരെ വ്യക്തമാണ്. 3 വിഷ്ണു എന്ന പോലീസുകാരൻ, അയാൾ ആരാണ്? അയാൾ DYSPയുടെ PSO ആണ്. ആരാണ് വിഷ്ണുവിൻ്റെ വീട് എന്ന് പറഞ്ഞാൽ TP രാമകൃഷ്ണൻ്റെ തൊട്ട് അയൽവക്കമാണ്. TP രാമകൃഷ്ണൻ്റെ കൂടെ ഫോട്ടോ ഇട്ട് ആസ്വദിക്കുന്നതാണ് വിഷ്ണുവിൻ്റെ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ഒരു ആസ്വാദനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് നമുക്കറിയാം. എന്ന് വച്ചാൽ കേരള പോലീസിനുള്ളിൽ ഈ പിണറായി വിജയന്റെ കാലഘട്ടം വന്നതിന് ശേഷം കൊടി സുനി ട്രെയിൻ ചെയ്ത കുറെ ക്രിമിനൽ ഗ്യാങ് ഉണ്ട്. ആ ക്രിമിനൽ ഗ്യാങ് ആണ് UDF പ്രവർത്തകരെയും പ്രത്യേകിച്ച് പേരാമ്പ്രയിൽ ശ്രീ ഷാഫി പറമ്പലിനെ തന്നെ ഡയറക്റ്റായി ഹിറ്റ് ചെയ്ത് പരിക്കേൽപ്പിക്കാൻ കാരണമായത്. അവർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകണം. ആ നടപടി ഉണ്ടായില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭം, അത് ആഭ്യന്തരമന്ത്രിക്ക് നേരെ മാത്രമല്ല ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കൊന്നും പുറത്തിറങ്ങി ഡ്യൂട്ടി ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ കടക്കും. അത് DYSP ഇന്നലെ ഭാഗികമായി സമ്മതിച്ചു കഴിഞ്ഞു, ഇത് പോലീസിന്റെ കുഴപ്പം തന്നെയാണെന്ന്. അതുകൊണ്ട് ആ പ്രതിഷേധവും ഉണ്ടാകും, അതിനൊത്ത നടപടിയും ഉണ്ടാകണമെന്നാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഇനി കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിന്റെ വാക്കുകൾ കേൾക്കാം. ആദ്യം തലയ്ക്കടിച്ചു, രണ്ടാമത് മൂക്കിനടിച്ചു, മൂന്നാമത് മൂക്കിനടിച്ചപ്പോൾ രക്തം പുറത്തു വന്നത്. രക്തം വാർന്നൊഴുകുമ്പോൾ തല്ലി, അപ്പോഴേക്കും ഇരുട്ടിലേക്ക് മറഞ്ഞു. ഷാഫി പറമ്പലിന് നേരെ ഉണ്ടായ അക്രമത്തിൽ അദ്ദേഹം ഇന്ന് പാർലമെന്റിന്റെ പ്രിവിലേജ് കമ്മിറ്റിക്ക് പരാതി നൽകും. അത് ഗൗരവകരമായി തന്നെ ആ വഴിക്ക് നീങ്ങും. പക്ഷെ കോൺഗ്രസ് പാർട്ടിയും UDFും ഇത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ തീരുമാനിച്ചിട്ടില്ല. കഴിഞ്ഞ 4.5 വർഷക്കാലമായി മൃഗീയമായ അക്രമമാണ് UDF കോൺഗ്രസ് പ്രവർത്തകരുടെ ജില്ലയിൽ ഉണ്ടായത്. എൻ്റെ കൈ അതിന് ജീവിക്കുന്ന ഉദാഹരണമാണ്. എൻ്റെ ഇടത് കൈക്ക് ഇപ്പോൾ ശേഷിയില്ല, ജലബീർക്കുക. ഈ സൂരജിനും അഭിജിത്തിനും ഒക്കെ കിട്ടിയ മർദ്ദനങ്ങൾ, ഇവിടുന്ന് സംസ്ഥാന നേതാക്കളുടെ മർദ്ദനങ്ങൾ സമാനതയില്ലാത്തതാണ്. ഒരിക്കൽ പോലും ജനകീയ സമരങ്ങളെ മൃഗീയമായി അടിച്ചമർത്തുന്ന രീതിയോട് അംഗീകരിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധിക്കില്ല. ഇത് തല്ലിയത് ഒരു MP ആണ്. അത് തല്ലിയത് മാത്രമല്ല, ഞാനതിൻ്റെ ഐ വിറ്റ്നസ്സാണ്. ഞാനും അഭിജിത്തും അടുത്ത് നിൽക്കുകയാണ്. ആദ്യം തലയ്ക്കടിച്ചു, രണ്ടാമത് മൂക്കിനടിച്ചു, മൂന്നാമത് മൂക്കിനടിച്ചപ്പോൾ രക്തം പുറത്തു വന്നത്. രക്തം വാർന്നൊഴുകുമ്പോൾ തല്ലി, അപ്പോഴേക്കും ഇരുട്ടിലേക്ക് മറഞ്ഞു. അവിടുത്തെ തെരുവ് വിളക്കുകളൊക്കെ ഓഫ് ചെയ്തിരുന്നു. അവിടെ ഉണ്ടായവർ ചോദിച്ചാൽ മതി, ആ പരിസരമാകെ ഇരുട്ടായിരുന്നു. ആ പർട്ടിക്കുലർ പോലീസുകാരനെ ഞങ്ങൾക്ക് ഏകദേശം അറിയാം, പക്ഷെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ പാർട്ടിക്ക് ഇപ്പോൾ സാധിച്ചിട്ടില്ല. എന്നാൽ
അതിൽ നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥരെ കൃത്യമായിട്ട് അറിയാം. ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. അത് 2 DYSPമാരും നൽകുന്നു. ഇന്ന് നൽകും. ആ 2 DYSPമാർക്കെതിരെയും ഷാഫിയെ തല്ലിയ പോലീസുകാരുടെയും പേരിൽ നടപടി സ്വീകരിക്കണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ DGPക്ക് പരാതി അയച്ചത്. അത് നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ 5 or 6 ദിവസം കാത്തു നിൽക്കും. അടുത്ത ദിവസം റൂറൽ SP വടകര താമസിക്കുന്ന വീടിന് മുമ്പിൽ ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തും. കോൺഗ്രസ് അത്തരമൊരു സമരം ചെയ്യുന്ന പാർട്ടിയല്ല, പക്ഷെ ചെയ്യാതെ രക്ഷയില്ല. ഈ റൂറൽ SP-യുടെ താമസ സ്ഥലമായ വടകരയിലെ വാടക വീടിന് മുമ്പിൽ ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തും. ഇതൊരു ഭീഷണിയല്ല, ഇത് അനിവാര്യമായ നടപടി സ്വീകരിക്കാതെ അവരുടെ പ്രതിഷേധമായിരിക്കും ആ പരിപാടി. ഗ്രനേഡ് ഉപയോഗിക്കണമെങ്കിൽ, ലാത്തിച്ചാർജ് നടത്തണമെങ്കിൽ ചില പ്രൊസീഡിങ്സ് ഒക്കെ ഉണ്ട്. ഒന്ന്, അവിടുത്തെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അറിയണം. അങ്ങനത്തെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അവരെ അനൗൺസ് ചെയ്യണം. അവിടെ എന്ത് അനൗൺസ് ഉണ്ടായിരുന്നു? ഒന്നും ഉണ്ടായിട്ടില്ല. വാർണിംഗ് ബോർഡ് വെക്കണം. ഒന്നും ഉണ്ടാവാതെ സ്വീകരിക്കുന്നത്. എന്നിട്ടും ഫസ്റ്റ് ഡേ ഉള്ള റൂറൽ SP-യുടെ കമന്റ് അവിടെ ലാത്തിച്ചാർജ് നടന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നലെ പേരാമ്പ്ര ചോദിച്ചത് പത്രങ്ങൾ പറയാൻ പാടില്ല. ആരെങ്കിലും ഉമ്മ വെച്ചിട്ടാണോ ഷാഫിയുടെ മൂക്കിന്റെ എല്ല് പൊട്ടിയത്? എന്നിട്ട് CPM-കാർ പറയാണ് ഷോ ഓഫ് ആണെന്ന്. അതിനൊക്കെ ഞങ്ങൾ എന്താ പറയുക, 3rd rate കമന്റില്ല എന്ന് മാത്രം ചെയ്തിപ്പിച്ചിട്ടാണ്. 3ാം ഗഡ അന്തിപത്രത്തിൽ വരുന്ന വാർത്തയുടെ വില പോലും CPM-ന്റെ കമന്റിന് കോൺഗ്രസും UDF നൽകുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അവിടുത്തെ പേരാമ്പ്ര DYSP സുനിൽ, വടകര DYSP ഹരിപ്രസാദ്, പിന്നെ അടിച്ച പോലീസുകാരൻ SP-യെ താക്കീത് ചെയ്യണം. SP ഇതിപ്പം ഇന്നും തുടങ്ങിയല്ല. റൂറൽ SP ഇത് ഇയാള് CPM-ന്റെ ഗുണ്ടയേക്കാൾ മോശമായിട്ട് പെരുമാറുന്നത്. CPM-ന്റെ കൊടിസിനിയർ എന്ന് പറയുന്ന ഗുണ്ടയേക്കാൾ മോശവും 3rd റേറ്റുമാണ് റൂറൽ SP. ആ റൂറൽ SP-യാണ് ഞങ്ങളെ 2 ബലിഷ്ഠമായ കൈകൾക്കിടയിൽ ജോയൽ എന്ന് പറയുന്ന KSUക്കാരന്റെ കഴുത്ത് ചിരിച്ചത്. ഞങ്ങൾ നടത്തിയ ഉപവാസ സമരത്തിൽ പ്രഖ്യാപിച്ച കോൺഗ്രസ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത 5 ഉദ്യോഗസ്ഥരിൽ ഒരാളാണ്. രണ്ടാമത്തെ കാര്യം, അതേ ദിവസം മറ്റൊരു സംഭവം ഉണ്ടായി. കോഴിക്കോട് സർവകലാശാലയിൽ ഇലക്ഷൻ അട്ടിമറിച്ച SFI ഫേക്ക് ബാലറ്റ് ഉണ്ടാക്കിയിട്ടാണ് അവിടെ ജയിച്ചത്. അതിനെ പ്രതിഷേധിച്ച KSUക്കാരെ മർദ്ദിച്ചു. അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാക്കി. കോഴിക്കോട് ജില്ലാ CPM-ന്റെ ഒരു സെക്രട്ടേറിയറ്റ് മെമ്പറുടെ നേതൃത്വത്തിൽ ഗുണ്ടാ സംഘം വന്ന് ആക്രമിക്കപ്പെട്ട് പരിക്കേറ്റ് ആശുപത്രിയിലായ KSUക്കാരെ വീണ്ടും തല്ലി. T സിദ്ദിഖും അഭിജിത്തും ജയന്തുമൊക്കെ അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ അവിടെ വെച്ച് മാത്രം കയറും. CPM-ന്റെ നേതൃത്വത്തിൽ ഒരു ഗുണ്ടാ സംഘവും പോലീസിന്റെ നേതൃത്വത്തിൽ മറ്റൊരു ഗുണ്ടാ സംഘവും ജനകീയ സമരങ്ങളെ നേരിടാനും ഇലക്ഷനിൽ ജയിക്കുന്ന, തെരഞ്ഞെടുപ്പിൽ എതിർക്കുന്ന പാർട്ടിക്ക് നേടാനും ഈ ജില്ലയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ അനിവാര്യമായ പ്രതിരോധം തീർക്കാതെ ഞങ്ങൾക്ക് വയ്യ. ഇനി KSU കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സൂരജിന്റെ വാക്കുകൾ കേൾക്കാം. വടകര റൂറൽ SP-യുടെ ഇന്നൊരു പ്രതികരണം കേട്ടു. തങ്ങളുടെ കൂടെയുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരാണ് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന്. റൂറൽ SP-യോട് ഞങ്ങൾക്കൊരു കാര്യം പറയാനുള്ളത്, SP ബൈജുവിൻ്റെ പോയ കാലത്തെ കാര്യങ്ങളൊന്നും ഞങ്ങളാരും മറന്നിട്ടില്ല. ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഷാഫി പറമ്പിൽ MP-ക്ക് മർദ്ദനമേറ്റ ദിവസം അന്ന് രാത്രി റൂറൽ SP പറഞ്ഞത് ലാത്തി കൊണ്ടുള്ള പ്രയോഗങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല എന്നാണ്. പിന്നീട് ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നപ്പോഴാണ് SP കീഴ്മേൽ മറിഞ്ഞുകൊണ്ട് തങ്ങളുടെ കൂട്ടത്തിലുള്ള ചില ആളുകളാണ് പ്രശ്നമുണ്ടാക്കിയത് എന്നും AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ കണ്ടെത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും പറയുന്നത്. ഇങ്ങനെ കുറ്റം ഏറ്റു പറഞ്ഞതുകൊണ്ടൊന്നും SP രക്ഷപ്പെടാൻ പോവില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒപ്പം AI ടൂളിൻ്റെ സഹായമൊന്നും വേണ്ട ഈ പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടെത്താൻ. പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിലെ പേരാമ്പ്ര MLA-യും LDF കൺവീനറുമായ TP രാമകൃഷ്ണൻ്റെ വിനീത വിശ്വസ്തദാസന്മാരായ പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിലെ ചില പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ അക്രമ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഷാഫി പറമ്പിൽ MP-യെ ലാത്തി ഉപയോഗിച്ച് അടിച്ചിട്ടുള്ളത് സുനിൽ VP എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനും വിഷ്ണു വത്സൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനുമാണ്. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. ഒപ്പം ഗ്രനേഡ് എറിഞ്ഞിട്ടുള്ളത് പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിലെ സുധീഷും റിജിലേഷുമാണ്. തൊട്ട് തലേ ദിവസം ഗ്രനേഡ് എറിഞ്ഞ പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ വിനോദിനോട് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനും ആശങ്ക പങ്കുവച്ചു. ഇത് എറിഞ്ഞത് ഇങ്ങനെ ഗ്രനേഡ് എറിഞ്ഞാൽ, ടിയർ ഗ്യാസ് എറിഞ്ഞാൽ
സമരക്കാർക്ക് ഗുരുതരമായ അപകടം പറ്റും, പരുക്ക് പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ആ പോലീസുകാരൻ പറഞ്ഞത് ഇങ്ങനെ വരുന്ന ആളുകൾക്കൊക്കെ മരണപ്പെട്ടു പോട്ടെ, അവരൊക്കെ അതിനുവേണ്ടിയല്ലേ വരുന്നത് എന്നാണ്. ഇങ്ങനെ രക്തദാഹികളായ പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരോട് ഞങ്ങളൊരു കാര്യം പറയുകയാണ്. എല്ലാ കാലവും പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കില്ല. പേരാമ്പ്ര MLA LDF കൺവീനർ TP രാമകൃഷ്ണൻ്റെ സംരക്ഷണവും കരുതലും നിങ്ങൾക്ക് ലഭിക്കില്ല. നിങ്ങളൊരു സമരമുഖത്തേക്ക് ഇനി കടന്നു വന്നാൽ ഒരു കാര്യം തറപ്പിച്ച് പറയാം, നിങ്ങളെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനാണ് കോഴിക്കോട് ജില്ലയിലെ KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും തീരുമാനം. പ്രേക്ഷകർ ഇനി കാണുവാൻ പോകുന്നത് ഷിബു ബേബി ജോൺ ഷാഫി വിഷയത്തിൽ നടത്തിയ പ്രതികരണമാണ്. ഒരു കാടന്മാരെ കൊണ്ട് മാത്രം ചെയ്യാനൊക്കുന്ന ഒരു സംഭവമാണ്. ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ. ഈ സംഭവം ഉണ്ടായി, ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായി. അതിനുശേഷം CPM നേതാക്കന്മാരൊക്കെ നടത്തുന്ന പ്രതികരണം കാണുമ്പോൾ ഒരു കാര്യം പിണറായി വിജയനെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പിണറായി വിജയൻ സമീപകാലത്ത് നേപ്പാളിലുണ്ടായ സംഭവ വികാസങ്ങൾ മറക്കരുത്. ജനങ്ങളുടെ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്. ആ നിലയിലേക്ക്, ആ മാനസികാവസ്ഥയിലേക്ക് പലപ്പോഴും രക്തം തിളക്കിയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതിലേക്ക് കേരള ജനത, ഐക്യ ജനാധിപത്യ മുന്നണിയും കേരള ജനതയും പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കരുത്. ഉത്തരവാദികൾക്കെതിരെ നടപടിയെടുക്കണം. മൊത്തത്തിൽ ബാക്കി കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ജനം പൊറുതിമുട്ടിരിക്കുകയാണ്. ഈ നിലയിൽ മുന്നോട്ട് പോകുന്നത് എനിക്ക് ആശങ്കയുണ്ട്. ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്ന, നേപ്പാൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന ആശങ്കയാണ് എനിക്കുള്ളത്. ഈ ശബരിമല വിഷയത്തിലേക്ക് മുൻ പ്രസിഡന്റിനെതിരെയൊക്കെ കേസെടുത്തിരിക്കുന്നു, അതുപോലെ തന്നെ ED വരുന്നു, ഇതൊക്കെ ഇതിലെല്ലാം ഒരു കാര്യം വസ്തുതയുണ്ടല്ലോ, അവിടെ കട്ടു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ആരൊക്കെ ചേർന്നാണ് കട്ടത്, ആർക്കൊക്കെ പങ്കുണ്ട് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. മുഖ്യമന്ത്രി പറയുന്നത് ഗൂഢാലോചനയാണെന്ന്. 2019 ഗൂഢാലോചന നടത്തി 2025 അയ്യപ്പ സംഗമം, ആഗോള സംഗമം തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ബാലിശ്യമായ പ്രതികരണം ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തുകയാണ്. എനിക്കൊരു കാര്യമുള്ളൂ, ഇന്നിപ്പോ പത്മകുമാറിനെ അടക്കം ഭരണസമിതിയെ പ്രതികളാക്കിയിരിക്കുന്നത്. ഈ 3 ദിവസം എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? അവര് സോഷ്യൽ മീഡിയയെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഇത് INTUCയുടെ നേതാക്കന്മാർ, ചില മാധ്യമങ്ങൾ പോലും ചർച്ച നടത്തുന്ന ഞാൻ കേട്ടു. INTUCയുടെ നേതാക്കന്മാർ കട്ടു എന്നാണ് പറഞ്ഞത്. അന്നേ ഞാൻ വിചാരിച്ചു പിണറായി വിജയൻ ഭരിക്കുമ്പോൾ, ആ വാസവൻ മന്ത്രിയായിരിക്കുമ്പോൾ INTUCയുടെ നേതാക്കന്മാർക്ക് യഥേഷ്ടം കക്കാമെങ്കിൽ ഇവരൊക്കെ വേറെ പണിക്കാ പോകേണ്ടത്. ഈ ഭരണം എന്ന് പറഞ്ഞ് പറ്റത്തില്ല. അന്നേരം ഓരോ ദിവസം കഴിയും തോറും ദുരൂഹത വർദ്ധിക്കുന്നു. എപ്പോഴും ഞാൻ പറഞ്ഞത്, സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് പറയേണ്ടി വന്നു എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇവരുടെ രക്ഷയ്ക്ക് എത്തുന്നതെന്ന്. സുരേഷല്ലേ പറഞ്ഞത്. സുരേഷ് പറഞ്ഞ് എപ്പോഴൊക്കെ പിണറായി വിജയൻ പ്രതിസന്ധിയിലായാലും അന്നേരം ED വരും, ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ED വരുമെന്ന് പറയുന്നു. ഇപ്പോഴും അതിന് സമാനമായ നിലയിൽ ED വന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ED വരുന്നത് പിണറായി വിജയന് സംരക്ഷണ കവചം സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ് ചരിത്രത്തിൽ. മാത്രവുമല്ല, ഇതിന്റെ മുൻപ് കാലങ്ങളിൽ ED വന്നു, അന്നേരം ഒരു ഇരയുടെ പരിവേഷം അണിഞ്ഞുകൊണ്ട് പിണറായി വിജയൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടതാണ്. ഇരയുടെ പരിവേഷത്തോടുകൂടി പിണറായി വിജയൻ ജനങ്ങളെ സമീപിക്കുന്നു. പലർക്കും സിമ്പതി തോന്നുന്നു, പിണറായിക്ക് അനുകൂലമായി തോന്നുന്നു. ഈ നാടകം ഇനിയും കേരളത്തിൽ നടക്കത്തില്ല. എന്തിനാണ് പിണറായി വിജയൻ അമിത്ഷായെ ഔദ്യോഗിക വസതിയിൽ പോയി കണ്ടത് എന്നുള്ള ഒരു വിശദീകരണം പോലും തരാൻ തയ്യാറാകാത്ത പശ്ചാത്തലത്തിൽ ഈ നാടകം എല്ലാം, അതിനോടൊപ്പം മകന്റെ 2.5 വർഷക്കാലമായി പൂഴ്ത്തിവെച്ച EDയുടെ സമൻസും എല്ലാം കേരളത്തിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഞങ്ങൾ ആരും ഇതുവരെ ചർച്ച ചെയ്തില്ല. നിങ്ങളുടെ അടുത്ത് ആര് പറഞ്ഞ് ചർച്ച ചെയ്യുന്നു? ആ വരട്ടെ, അങ്ങനെ ഒരു സാഹചര്യം വന്നാലേ എന്റെ അഭിപ്രായം പറയാം. അപ്പുറത്ത് അവര് നിൽക്കുന്നു, ഞങ്ങൾ ഇപ്പുറത്ത് നിൽക്കുന്നു. അന്നേരം അവരിങ്ങോട്ട് വരണമെന്ന് അവരൊരു താല്പര്യം പ്രകടിപ്പിച്ചാലേ നമുക്ക് അഭിപ്രായം പറയാനൊക്കത്തുള്ളൂ. ഇല്ലാത്തടത്തോളം നമ്മളിത് വെറുതെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കേരള കോൺഗ്രസിന്റെ ബേസ് വോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ CPM വിരുദ്ധ വോട്ടാണ്. അത് അവർ തിരിച്ചറിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. കടലാസിൽ നോക്കിക്കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് കൂടെ ചെല്ലുമ്പോൾ, അവരുടെ വോട്ട് ബേസ് കൂടെ ചെല്ലുമ്പോൾ, LDFനോടൊപ്പം ചെല്ലുമ്പം അവർ വൻ ശക്തിയാകേണ്ടതാണ്. പക്ഷേ എങ്ങനെയാണ് ഫ്രാൻസിസ് ജോർജ് 1 ലക്ഷത്തിലേറെ വോട്ടിന് അവിടെ ജയിച്ചത്?
അതുകൊണ്ട് കേരള കോൺഗ്രസിന്റെ ബേസ് കോർ വോട്ടേഴ്സിൽ നിന്ന് അകന്നാണ് അവർ നിൽക്കുന്നത്. അവർ നിലപാട് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ നിലപാട് എടുക്കുകയാണെങ്കിൽ അന്നേരം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം പറയാം. അല്ല, അവരിത് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പുറത്ത് ചേരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചാൽ നമ്മൾ നമ്മുടെ അഭിപ്രായം പറയും. അല്ലാതെ ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് ഇപ്പൊ എന്തിനാ അഭിപ്രായം പറയുന്നത്? അത് എന്റെ തെളിവല്ലേ ഞാൻ പറഞ്ഞത്. കോട്ടയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഉജ്ജ്വലമായ വിജയം കേരള കോൺഗ്രസ് മാണി സാറിന്റെ പാർട്ടിക്ക് ആ പ്രദേശത്തൊക്കെ നിർണായക ശക്തി ഉണ്ടെന്നാണല്ലോ. അതൊരു യാഥാർത്ഥ്യമായിരുന്നല്ലോ. പക്ഷെ ഇന്നിപ്പോ ആ ശക്തി എവിടത്തോളം ക്ഷയിച്ചു എന്നുള്ളതിന്റെ തെളിവല്ലേ ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് എന്ന് പറയുന്നത്. അന്നേരം അവർക്ക് കുറച്ച് അവരുടെ കമ്മിറ്റികളോ പാർട്ടിയോ അപ്പുറത്തോട്ട് പോയി അവരുടെ അവരുടെ വോട്ടേഴ്സായിട്ടുണ്ടായിരുന്ന അനുഭാവികളെ അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ആ പാർട്ടി നശീകരണത്തിന്റെ വക്കിൽ നിൽക്കുകയാണ്. അത് അവർ തിരിച്ചറിഞ്ഞാൽ അവർക്ക് നല്ലത്. എന്തായാലും കേക്കച്ചന്റെയും അരമനക്കിങ്ങിണിയുടെയും വാക്കുകൾക്ക് കാത്തുനിൽക്കാതെ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും മുതിർന്ന നേതാക്കന്മാരുമെല്ലാം ഷാഫിക്ക് പിന്തുണയുമായി വന്നിരിക്കുകയാണ്. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ കൂടുതൽ സജീവമായി പ്രവർത്തനം ആരംഭിച്ചു. മിഷൻ 60യുടെ 49ാം ദിനം വളരെയേറെ സന്തോഷം തരുന്ന വാർത്തകളാണ്. ഒന്ന്, ഷാഫി കൂടുതൽ ഊർജ്ജസ്വലനായി തിരികെ വരുന്നു. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ മണ്ഡലത്തിൽ ഊർജ്ജസ്വലനായി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.